മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം തുടരുകയാണ്. പോയ വാരം ഒമാനിലും ഖത്തറിലുമായിരുന്നു മുഖ്യമന്ത്രി. അടുത്തയാഴ്ച മുഖ്യമന്ത്രി UAE-യിലെത്തും. തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ എന്ന പോലെ ആളെ കൂട്ടുന്ന മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ വിശേഷങ്ങളാണ് ആദ്യം. കേരളത്തിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വെളിപ്പാടകലെ നിൽക്കുന്ന വേളയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനം. ഒമാനിൽ 3 ദിവസവും ഖത്തറിൽ 1 ദിവസവുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിപാടികൾ. ആളും ആരവവുമായി 2 രാഷ്ട്രങ്ങളിലെയും മലയാളികൾ അതിഗംഭീരമായി മുഖ്യമന്ത്രിയെ വരവേറ്റു. വർഷത്തിനു ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി ഒമാനിലെത്തിയത്. ഒക്ടോബർ 23-ന് മസ്കറ്റിലെത്തിയ മുഖ്യമന്ത്രി 3 ദിവസം സലാലയിലടക്കം വിവിധ പരിപാടികളിൽ സംബന്ധിച്ചു. മസ്കറ്റിലെ ആമിറാത്ത് പബ്ലിക് പാർക്കിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിനു മുമ്പിൽ കേരളത്തിന്റെ വികസനം എണ്ണിപ്പറഞ്ഞാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. അതിനിടെ മസ്കറ്റിലെ മുഖ്യമന്ത്രിയുടെ സ്വീകരണ റാലിയും അതിലെ ചിഹ്നങ്ങളും ഒമാനിലെ സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾക്കും തിരികൊളുത്തി. നമ്മളെല്ലാവരും പ്രവാസികളാണ്. നമ്മളെന്നും TV-യിൽ കാണുന്ന ഒരു വ്യക്തിത്വത്തെ നേരിൽ കാണുക എന്നുള്ള ഒരു മനസ്സിൻ്റെ ഒരു ആഗ്രഹം, അതാണ് ഈ ജനക്കൂട്ടം, ഈ ജനസാഗരം. ഭയങ്കര ഒരു ചരിത്രമാണ് നടന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരുമ്പോൾ ഒരു കൊച്ചു കേരളം സൃഷ്ടിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. നല്ല രീതിയിലുള്ള കലാപരിപാടികളും അടിപൊളിയായിരുന്നു. ഇവിടെ മുഖ്യമന്ത്രിനെ കാണാൻ ഇത്രയും വലിയൊരു ജനക്കൂട്ടം കണ്ടപ്പോഴാണ് ഇവിടെ ഒമാനിൽ ഇത്രയധികം മലയാളികൾ ഉണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. 12 വർഷത്തിന് ശേഷമാണ് ഖത്തറിൽ ഒരു കേരള മുഖ്യമന്ത്രി എത്തിയത്. ഖത്തർ മന്ത്രി മറിയം അൽ മിസ്നദുമായും ഖത്തർ ചേംബറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കേരളവും ഖത്തറും തമ്മിലുള്ള സാംസ്കാരിക വാണിജ്യ വിനിമയങ്ങൾ വിപുലപ്പെടുത്താനും ഈ കൂടിക്കാഴ്ചകളിൽ ധാരണയായി. ദോഹയിൽ നടന്ന മലയാളോത്സവം പരിപാടിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ അക്കമിട്ടു നിരത്തിയ പ്രഭാഷണം. ഇപ്പോ 10 വർഷം തികയാനാകുന്നു. ഈ 10 വർഷം തികയാനാകുന്ന കാലത്ത് നമ്മുടെ നാടിനുണ്ടായ മാറ്റം എങ്ങനെയെന്ന് അറിയാവുന്നവരാണ് നിങ്ങൾ. എങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ ഘട്ടം ഉപയോഗിക്കുന്നത്. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാണ് സർക്കാർ? പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നവരുടെ കൂടെ നിൽക്കാനാണോ? അല്ല, നാടിനാവശ്യമായ പദ്ധതി പൂർത്തീകരിക്കാനാണ്? അഭിമാനപൂർവം നമ്മുടെ നാട് ഒറ്റ ശ്വാസത്തിൽ പറയും, പദ്ധതി പൂർത്തീകരിക്കലാണ് സർക്കാരിന്റെ കടമയായത്. ഒരു പദ്ധതി, പുതിയ സംരംഭങ്ങൾ, ആ സംരംഭങ്ങള് 1 ലക്ഷം തുടങ്ങലായിരുന്നു ലക്ഷ്യമിട്ടത്. അതിപ്പോ 3 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് മാറ്റം. അത് ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് ഇന്ത്യ ഗവൺമെന്റ് അടക്കം വിലയിരുത്തിയത്. എന്തുകൊണ്ടാണ് അത്തരമൊരു മാറ്റം ഉണ്ടായത്? ഒരു സംശയമില്ല, തുടർ ഭരണത്തിന്റെ ഭാഗമായ പ്രവാസി വിഭാഗത്തിന് വലിയ തോതിൽ ശ്രദ്ധ നൽകിയ ഒരു കാലഘട്ടമാണ് ഈ 10 വർഷക്കാലം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലോക കേരള സഭ. അതിന്റെ ഭാഗമായി വലിയ തോതിൽ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇടപെടാൻ ലോക കേരള സഭ കഴിയുന്നുണ്ട്. നോർക്ക കെയർ എന്ന് പറയുന്നത് നോർക്ക ID കാർഡുള്ള ലോകത്തെവിടെയുമുള്ള പ്രവാസിക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ആണ്. അതേപോലെ തന്നെ പ്രവാസി മിഷൻ വലിയ തോതിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കത്തക്ക രീതിയിലുള്ള വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പലതും നടക്കും, ഒന്നും നടക്കില്ല എന്ന് കരുതിയ സ്ഥാനത്ത് ഇവിടെ പലതും നടക്കും എന്ന ധാരണയിലേക്ക് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഖത്തറിന്റെ മണ്ണിലെത്തിയതിന്റെ സന്തോഷം
പ്രവാസികൾ മറച്ചുവെച്ചില്ല. ജനങ്ങളുടെ ഒരു സഹകരണത്തിലാണ് നമ്മളുടെ ഒരു സന്തോഷവും സംതൃപ്തിയും. കേരള മുഖ്യമന്ത്രിയോട് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഖത്തറിലുള്ള മലയാളികൾ പ്രതികരിച്ചത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഗ്രൗണ്ടിൽ കണ്ടത്. ഏറ്റവും മനോഹരമായൊരു മലയാളോത്സവമാണ് ദോഹയിൽ നടന്നത്. അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരുപാട് സംഘാടകരുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയതാണ് ഈ വേദിയും ഇതും ഈ പങ്കാളിത്തം വരുന്നു. ഇന്നലെ ഉണ്ടായിരുന്ന അതേ എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം ഉണ്ടായിരുന്നോ അതിനും 10 മടങ്ങായിട്ടാണ് ഇന്ന് എല്ലാവർക്കും ഫീൽ ചെയ്തത്. എല്ലാവരുടെ മുഖത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെയധികം സക്സസ്ഫുൾ ആയി എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ കേരള ജനതയോടൊപ്പം ലോക സമൂഹം മുഴുവൻ പ്രവാസ സമൂഹത്തെ എന്നും ചേർത്ത് നിർത്തിയിട്ടുള്ളൊരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ വരവിനെ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളൊക്കെ എന്ത് പ്രതീക്ഷിച്ചോ അതെല്ലാം ഇന്ന് അദ്ദേഹം പറഞ്ഞ് ഞങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷത്തിലാക്കിയിരിക്കുകയാണ്. ഭരണത്തിൽ 3-ാം ഊഴം ഉന്നമിട്ടുള്ള രാഷ്ട്രീയ യാത്രയായിരുന്നു പിണറായി വിജയൻ്റേത് എന്നതിൽ ലവലേശം സംശയമില്ല. എന്നാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്നറിയാൻ ഇനിയുമേറെ കാത്തിരിക്കണം.